ആ ഒരു സിറ്റുവേഷനിൽ ഒരു പ്രഷറും ഇല്ലാതെ എത്ര കൂളായിട്ടാണ് ശ്രേയസ് അയ്യർ ആ ഒരു മത്സരം വിജയത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. നമ്മളൊക്കെ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരാണ്. ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെയല്ല, ഒരു ചെറിയ മാച്ച് മത്സരത്തിൽ തന്നെ കളിക്കാൻ ഇറങ്ങുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രഷർ നമുക്ക് അറിയാവുന്നതാണ്. IPL മത്സരം, അതും പഞ്ചാബിന് ഈ ഒരു മത്സരം തോറ്റാൽ പുറത്തേക്കുള്ള വഴിയാണ്. എതിരാളികൾ മുംബൈ ആണ്. ബുംറയുടെ ഓവറിലുള്ള യോർക്കറൊക്കെ എത്ര അനായാസമായിട്ടാണ് അദ്ദേഹം ഫോറിലേക്ക് തിരിച്ചു വിട്ടിട്ടുള്ളത്. അദ്ദേഹം അവിടെ നിൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഞാൻ ഇവിടെയുണ്ട്, സോ നിങ്ങൾ ആരും പേടിക്കേണ്ട, എന്നെ വീഴ്ത്താതെ ഈ ഒരു മത്സരം നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കോൺഫിഡന്റോട്, ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടാണ് അദ്ദേഹം മത്സരം വിജയിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ശ്രേയസ് അയ്യരെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ഫാൻ ആയിട്ടില്ല. പക്ഷെ ഈ ഒരു മത്സരം, കഴിഞ്ഞ മുംബൈക്കെതിരെയുള്ള മത്സരം കണ്ടതിന് ശേഷം സത്യമായിട്ട് പറയാണ്, അദ്ദേഹത്തിന്റെ ഒരു ഫാൻ ബോയ് ആയി മാറിയിട്ടുണ്ട്. അത്രയും ക്ലാസ് പെർഫോമൻസ് ആയിരുന്നു. മുമ്പ് വിരാട് കോഹ്ലി ശ്രീലങ്കയ്ക്കെതിരെ ലസിത് മലിംഗയെ ഇതുപോലെ അടിച്ചു പരത്തിയ സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു വികാരമുണ്ട്. അതിന് സമാനമായിട്ടുള്ള ഒരു വികാരം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം മുംബൈക്കെതിരെ ശ്രേയസ് അയ്യർ ആ ഒരു പെർഫോമൻസ് പുറത്തെടുത്ത സമയത്ത് എനിക്കുണ്ടായിട്ടുള്ളത്. സോ ഇന്നാണ് ഫൈനലിൽ ഇതുവരെ കപ്പ് നേടാത്ത രണ്ട് ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്. സോ ആര് കപ്പ് നേടിയാലും നമ്മൾ ഹാപ്പിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഫേവറേറ്റ് ടീം ഉണ്ടാകും. അപ്പൊ ഇന്ന് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ആരായിരിക്കും കപ്പ് സ്വന്തമാക്കുക? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക.